ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഗണേശൻ്റെ കരിപ്രസാദം എന്നും തൊട്ടാൽ വിഘ്നങ്ങൾ അകലും. ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്നോ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നോ നൽകുന്ന ഗണപതി പ്രസാദത്തിൽ പൂവും കളഭവും കരിയും ഉണ്ടായിരിക്കും. ക്ഷിപ്രപ്രസാദിയായ മഹാഗണപതിയെ ഉപാസിക്കുന്നവർ ദേവന് സമർപ്പിക്കുന്ന വിശിഷ്ട വഴിപാടാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഹോമത്തിൻ്റെ പ്രസാദം ദിവസവും ധരിച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വിഘ്നമുണ്ടാകില്ല. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിലെ ഭസ്മത്തിൻ്റെ കരിയാണ് രാവിലെ പ്രസാദമായി നൽകുന്നത്. ഇത് ദിവസവും ധരിച്ചാൽ സർവ്വ വിഘ്നങ്ങൾക്കും പരിഹാരമാണ്. സ്വന്തം പേരിലും നാളിലും നടത്തുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം സൂക്ഷിച്ചു വെച്ച് ധരിക്കണം. എല്ലാ മാസവും ജന്മനക്ഷത്രത്തിന് ഗണപതി ഹോമം നടത്തുന്നത് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനും സകല ദോഷപരിഹാരത്തിനും നല്ലതാണ്. 8 നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യം ചേർത്താണ് നിത്യവും ക്ഷേത്രങ്ങളിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത്. ഉണങ്ങിയ നാളികേരമാണ് ഹോമത്തിന് ഉപയോഗിക്കുന്നത്. തേങ്ങ, ശർക്കര, തേന്, കരിമ്പ്, അപ്പം, അട, മലർ, പഴം എന്നിവയാണ് അഷ്ടദ്രവ്യങ്ങൾ. തന്ത്രഗ്രന്ഥത്തിൽ പറയുന്ന കരിമ്പ്, മലർപ്പൊടി, പഴം, അവൽ, എള്ള്, മോദകം, നാളികേരം, മലർ എന്നിവയാണ്. വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റി ക്ഷേമവും ഐശ്വര്യവും വർദ്ധിപ്പിക്കാനാണ് ഗണപതി ഹോമം നടത്തുന്നത്. ഏത് കർമ്മം ആരംഭിക്കുന്നതിന് മുമ്പും ഗണപതിയെ വന്ദിക്കുന്നതാണ് ഗണപതി ഹവനം. ഗണപതി സ്മരണയോടെ ചെയ്യുന്ന പ്രവർത്തികൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാം എന്നാണ് അനുഭവം. സിദ്ധി, ബുദ്ധി, ഐശ്വര്യം ഇവയെല്ലാം നൽകുന്ന അഭീഷ്ടദായകനാണ് ഗണേശൻ. ഏവർക്കും സർവ്വവിഘ്നങ്ങളും അകറ്റുന്ന ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യേന ജപിക്കാൻ 108 തവണ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് ഓം ഗംഗ് ഗണപതേ നമഃ. ഓം ഗംഗ് ഗണപതേ നമഃ. ഓം ഗംഗ് ഗണപതേ നമഃ. വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.